UDFന് ഭരണം നഷ്ടമായി. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ്. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ 17 പേരാണ് അനുകൂലിച്ചത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായത് കോൺഗ്രസ് അംഗങ്ങളുടെ കൂടി പിന്തുണയോടെയാണ്. 26 കൗൺസിലർമാരിൽ 17 പേർ ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൗൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായ ബിനു പുളിക്കക്കണ്ടം പുറത്തായി. ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരാണ് വിപ്പ് ലംഘിച്ച് യോഗത്തിനെത്തിയത്. റിയ ചീരാങ്കുഴി, സെബാസ്റ്റ്യൻ പനക്കൽ എന്നീ കോൺഗ്രസ് അംഗങ്ങൾ ഹാജരായില്ല. കേരള കോൺഗ്രസിന്റെ 3 അംഗങ്ങളായ സോണിയ ചീറ്റേട്ട്, ബിജു വരിക്കാനി, സിജി ടോണി എന്നിവരും മാണി സി കാപ്പന്റെ പാർട്ടിയായ KDPയിലെ പ്രിൻസി സണ്ണിയും ഇന്ന് ഹാജരായിരുന്നില്ല. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മയോടെ കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര അംഗമായ ഉപാധ്യക്ഷ മായ രാഹുലും ഇടഞ്ഞു. ഇതോടെയാണ് പാലാ കോർപ്പറേഷനിൽ ഭരണപക്ഷത്ത് വിള്ളലുണ്ടായത്. ഈ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇടതുപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ദിയ ബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മ ഭരണത്തിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ തന്നെ എതിർപ്പുയർത്തിയതോടെ കാര്യങ്ങൾ കൈവിടുകയായിരുന്നു. ഇതോടെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനം എടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയതാണ്. പക്ഷേ അത് അനുസരിക്കപ്പെട്ടില്ല. മാത്രമല്ല, ജില്ലയിലെ UDF നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും വിപ്പ് ലംഘിച്ചാൽ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്വതന്ത്രരുമടക്കം 14 പേരുമായിരുന്നു ഭരണപക്ഷത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ കോൺഗ്രസ് ആണ് സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചുവെന്ന് ആദ്യ പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ ഈ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് LDF ആയിരുന്നു. തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ നോട്ടീസ് നൽകിയത്. കേരള കോൺഗ്രസ് CPM കൗൺസിലർമാർ എന്നിവർ ഈ നോട്ടീസിൽ ഒപ്പിട്ടു. UDFൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായതിനു പിന്നാലെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം. ഭരണത്തിൽ വരാൻ വേണ്ടിയല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്താണ് അവിശ്വാസ പ്രമേയം നൽകിയത് എന്നായിരുന്നു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ പറഞ്ഞത്. UDFൽ തന്നെ പ്രതിസന്ധിയാണ്. കോർപ്പറേഷനിൽ ഭരണം നടക്കുന്നില്ല. ചെറുപ്പക്കാരിയായ ഒരു ചെയർപേഴ്സൺ വന്നപ്പോൾ ഭരണത്തിൽ പ്രതിപക്ഷം പിന്തുണ നൽകി. അവിശ്വാസം കൊടുത്തത് പ്രതിപക്ഷത്തിന് ഭരണം പിടിക്കാനല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്താണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും ബിജു പാലുപടവന്റെ പ്രതികരണം. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞയാഴ്ച പ്രമേയം പാസാക്കിയിരുന്നു. അതേസമയം UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യം ഭരിക്കുന്ന പാലാ കോർപ്പറേഷനിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ കോൺഗ്രസ് തന്നെയാണ് പിൻവലിച്ചത്. കോർപ്പറേഷനിലെ സ്വതന്ത്ര അംഗങ്ങളായ പുളിക്കക്കണ്ടം കുടുംബത്തിന് നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിക്കാനുള്ള പ്രമേയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് പാസാക്കിയത്. ഭരണം നിലനിർത്തുന്നതിനേക്കാൾ പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നിർണായക തീരുമാനം. DYFI സമ്മേളനത്തിന് കൊട്ടാരമറ്റം സ്റ്റാൻഡ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിലുണ്ടായ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഭരണസമിതി താഴെ വീഴുന്ന തരത്തിലേക്ക് വരെ നയിച്ചത്. ഈ ഒരു തീരുമാനം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തെ കടുത്ത തീരുമാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. DYFIക്ക് വേണ്ടി ഒത്തുകളിച്ച ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പൊതുവികാരമുയർത്തിയത്. അതേസമയം ഈ ആഭ്യന്തര കലാപത്തിന്റെ അന്തിമ തീരുമാനം KPCCക്ക് വിട്ടു നൽകി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. മുൻപ് പലതവണ ജില്ലാ നേതാക്കൾ ശ്രമിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് സംസ്ഥാന നേതാക്കളുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത്. അന്ന് ഭരണം പിടിച്ചത് അഭിമാനം എന്ന് പറഞ്ഞ UDFന് ഇന്ന് അപമാനമാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായി തുടരുന്ന തർക്കങ്ങൾ ഉടലെടുത്തു തുടങ്ങി. അപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങിയിരുന്നു. MPയും MLAയും സകല നേതാക്കളും ഇടപെട്ടിട്ടും തീരാത്തത്ര പ്രശ്നങ്ങൾ. ഇതിനെല്ലാം ഒടുവിലാണ് സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കിയത്. മാത്രമല്ല, നേരത്തെ കോർപ്പറേഷനിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗങ്ങൾ കോറം തികയാത്തതിനെ തുടർന്ന് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അടുത്തടുത്ത 3 കൗൺസിലുകളിൽ ചെയർപേഴ്സൺ പിരിച്ചുവിടുകയുണ്ടായി. 26 അംഗ കൗൺസിലിലെ 5 പേർ മാത്രം എത്തിയതോടെ കോറം തികയാനാകാതെ തുടർച്ചയായ 3-ാം ദിനവും
കാരണവും കൗൺസിൽ യോഗം ചേരാനായില്ല. ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, പ്രിൻസി സണ്ണി, സിജി ടോണി, ബിജു വരിക്കാനി എന്നിവർ മാത്രമാണ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിന് എത്തിയത്. 21-ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ പ്രതിപക്ഷം ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു 4 ദിവസം തുടർച്ചയായി ചെയർപേഴ്സൺ കൗൺസിൽ യോഗം വിളിച്ചത്. എന്നാൽ ഒരു ദിവസം ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും 4 ദിവസം കൗൺസിൽ നടത്തേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട്. ഇക്കാര്യം ഉന്നയിച്ച പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തു. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികളിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ 12 കൗൺസിലർമാർ ഒപ്പിട്ട് നൽകിയ കത്ത് ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കോറം തികയ്ക്കാൻ കൗൺസിലർമാർ എത്താതിരുന്നത് കാരണം യോഗം തുടങ്ങാൻ കഴിഞ്ഞില്ല. അവിശ്വാസ പ്രമേയ ചർച്ച, വോട്ടെടുപ്പ് ഇതൊക്കെ കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഒടുവിലിതാ അത് വീണിരിക്കുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടവും കോൺഗ്രസും തമ്മിലുള്ളത് പ്രാദേശികമായ വിഷയമെന്നായിരുന്നു ജോസ് കെ മാണി നേരത്തെ പ്രതികരിച്ചത്. വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാദേശിക നേതൃത്വം തീരുമാനമെടുക്കുമെന്നായിരുന്നു ജോസ് കെ മാണി പ്രതികരിച്ചത്. കേരള കോൺഗ്രസ് എമ്മുമായി യാതൊരു കാരണവശാലും സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വ്യക്തമാക്കിയിരുന്നു. ദിയ ബിനുവുമായുള്ളത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നായിരുന്നു ജോസ് കെ മാണിയുടെ മറുപടി. പാലായിൽ ഭരണപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അഭിപ്രായം പറയാൻ താൻ ആളല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാല അനാഥമായി പോകാൻ പാടില്ലെന്നും സ്വതന്ത്ര മുന്നണിയുമായുള്ള പ്രശ്നങ്ങൾ കാരണം 6 മാസമായി പാലായിൽ ഭരണം നടക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ സ്വതന്ത്ര മുന്നണിക്കൊപ്പം സഹകരണത്തിന് താല്പര്യമില്ലെന്നായിരുന്നു പാലാ കോർപ്പറേഷനിലെ തർക്കത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത്. സ്വതന്ത്ര മുന്നണിക്കൊപ്പം ഒരു സഹകരണത്തിനും ഇല്ലെന്ന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സഹകരണത്തിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആകാമായിരുന്നുവെന്നും, കാരണം ഏറ്റവും അധികം കൗൺസിലർമാരുള്ളത് LDF-ലും കേരള കോൺഗ്രസിലുമാണ്. എന്നാൽ സ്വതന്ത്ര മുന്നണിക്കൊപ്പം കൂടുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാകുമെന്നറിയാമെന്നും അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.